3.5 വയസ്സുകാരനായ എൻ്റെ മോനെ നഴ്സറിയിൽ ചേർക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പാതിരാത്രി ഇതുപോലെ കുത്തിയിരുന്ന് ബൈൻഡ് ഇടേണ്ടി വരുന്നു. ഞാൻ വിചാരിച്ചു 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇതിനെ ഞെട്ടിച്ചു പോയി. ഒറ്റ ഇരിപ്പിന് 16 ബുക്കോളം ഞാൻ ബൈൻഡ് ചെയ്ത് വെച്ചു കേട്ടോ. നിങ്ങളിപ്പോൾ ഞെട്ടിയില്ലേ? അതുപോലെ ഒരു ഞെട്ടിൽ ഞാനും ഞെട്ടിയതാണ്. കാരണം മോൻ്റെ ബാഗും യൂണിഫോമും ബുക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നഴ്സറിയിൽ പോയ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ച 1-2 ബുക്കാണ്. പക്ഷേ 16 ബുക്കും കയ്യിൽ തന്നിട്ട് 16ഉം ട്രാൻസ്പെറൻറ്റ് ബൈൻഡ് ചെയ്ത് പെയിൻസിൽ പൊട്ടിച്ച് തിരിച്ചു തരണം എന്നവർ പറഞ്ഞപ്പം എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പക്ഷേ ഒരു കാര്യം, ഇത് 3 ടേമായിട്ടാണ്. അത് മാത്രമല്ല, കുട്ടികൾ ഇത്രയും ബുക്കുകളൊന്നും കൊണ്ടുപോകണ്ട. ഇതിൽ കുറച്ച് ബുക്ക് നമ്മുടെ വീട്ടിൽ വെക്കാനും കുറച്ച് ബുക്ക് സ്കൂളിൽ വെക്കാനും ആകെ ഒരു ബുക്ക് മാത്രം ബാഗിൽ വെക്കാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പണ്ടൊക്കെ നമ്മുടെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ കുട്ടികളുടെ ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ മോനാണെങ്കിലും പുതിയ ബുക്ക് ബാഗൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു. സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടാണോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിക്കേണ്ട. വീഡിയോ എടുത്ത് കുറേയില്ല, ഒരാഴ്ചയായി. പക്ഷേ ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം മോൻ സ്കൂളിൽ പോണത് അവനും ഒരു പുതുമയാണ്, എനിക്കും ഒരു പുതുമയാണ്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പം നമ്മൾ 2 പേരും ഓരോന്നായിട്ട് സെറ്റ്